ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഒരു വാഹനം കയറ്റത്ത് ഓടിച്ചു പോകുന്നു. നല്ല കയറ്റമാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ട് 1-2 വാഹനങ്ങൾ പതുക്കെ ഓടിച്ചു പോകുന്നു. അതായത് പതുക്കെ അനങ്ങി പോകുന്നു. നമ്മുടെ വാഹനത്തിന്റെ തൊട്ടു പുറകിലായിട്ടും മറ്റു വാഹനങ്ങൾ ഉണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കയറ്റത്ത് മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത ബാലൻസ് ആക്കിക്കൊണ്ട് പതുക്കെ ഓടിക്കാനായിട്ട് പലർക്കും അറിയത്തില്ല. കയറ്റത്തുണ്ടാകുന്ന ട്രാഫിക്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം വാഹനത്തിന്റെ വേഗത കൺട്രോൾ ചെയ്ത് പതുക്കെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു ഡ്രൈവിംഗ് മെത്തേഡ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ചേർത്തിടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. കയറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിരപ്പത്തെടുക്കുന്ന സെയിം മെത്തേഡിലുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ് അല്ല കയറ്റത്ത് വരുന്നത്. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് ഞാൻ ഇങ്ങോട്ട് അയച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം വണ്ടി മൂവ് ആകുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതെ ആ പോയിന്റ് വന്നപ്പോൾ ഞാൻ കാലൊന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചു. മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റ്, ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പൊടിക്ക് കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി അനങ്ങി തുടങ്ങുന്ന അല്ലെങ്കിൽ ഉരുണ്ടു തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഉരുണ്ടു തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി നമുക്ക് ഓഫ് ആകാതെ മുന്നോട്ട് നീക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ ഒന്ന് കാലയക്കുകയാണ്. ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പെഡലിൽ നിന്ന് കാലൊന്ന് എടുത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പെഡലിന് അടുത്ത് വെച്ചേക്കണം, പെട്ടെന്ന് നമുക്ക് ബ്രേക്കിലേക്കൊക്കെ വരേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പോൾ ക്ലച്ചിൽ തന്നെ നീക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. സ്റ്റിയറിംഗ് ഒറ്റ റൗണ്ട് വലത് സൈഡിലേക്ക് പിടിച്ചിട്ട് ഇതുകൊണ്ട് ക്ലച്ചിൽ നിന്ന് ഒന്ന് പതുക്കെ അയച്ചു വണ്ടി ഉരുണ്ട് തുടങ്ങുന്ന ആ പോയിന്റ് ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ വണ്ടി ക്ലച്ചിൽ തന്നെ ഇതുകൊണ്ട് ഉരുളുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ വണ്ടി വീണ്ടും ഒന്ന് ചവിട്ടി നിർത്താണ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. അപ്പോൾ ഇനി കയറ്റത്തേക്ക് വരുന്ന സാഹചര്യങ്ങളിലാണ് നിങ്ങളിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ, ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ വണ്ടിയെ പുറകിലേക്ക് പോകാതെ ക്ലച്ചേലും നമ്മൾ കുറച്ച് ആക്സിലറേഷനൂടെ കൊടുത്ത് വണ്ടിയെ നിർത്താനായിട്ട് പഠിക്കണം. അത് ഒരുപാട് നേരം നമ്മൾ നിർത്തുന്നത് ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരുത്തും. എന്നാൽ നമ്മൾ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ വണ്ടി പതുക്കെ അനക്കി ഓടിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തി ക്ലച്ചിലും ആക്സിലറേഷനിൽ നിർത്തി എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്കിത് പഠിക്കണം. അപ്പോൾ ക്ലച്ചിനൊക്കെ ഇത്തിരി തേയ്മാനം വരും. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാതിരിക്കാനും ഡ്രൈവിങ്ങിൽ പറ്റത്തില്ല. അപ്പോൾ അത് പഠിക്കണം. അതിന് ഞാനിത് ബ്രേക്കിൽ കാല് വെക്കുന്നു, എന്നിട്ട് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ കാലിങ്ങോട്ട് റിലീസ് ചെയ്ത് ഇതുകൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ വന്നു. ആ വിറയിൽ വന്ന പോയിന്റ് ഞാനൊന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുകയാണ്. അയക്കുമ്പോൾ ഇതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പൊടിക്ക് മാത്രം ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒന്ന് അയച്ചിട്ട് ഇതുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഞാൻ കാലൊന്ന് മാറ്റിയപ്പോൾ ഇതുകൊണ്ട് വണ്ടി ചെറിയ സ്ലോപ്പിലാണെങ്കിൽ ഇതുകൊണ്ട് ക്ലച്ചേ മാത്രം വണ്ടി നിൽക്കും. ചെറിയ കയറ്റമാണെങ്കിൽ ക്ലച്ചേ മാത്രം നമ്മുടെ വണ്ടി നിൽക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കയറ്റത്തിന് അളവനുസരിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കയറ്റം ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ശകലം കൂടുതൽ കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പതിയെ കാലയക്കുന്നു. അപ്പോൾ റൺ ചെയ്യുന്ന ഹാഫ് ക്ലച്ച് പോയിന്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തോണ്ട് ഇതുണ്ടോ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇതുണ്ടോ പതിയെ ക്ലച്ചിൽ അനങ്ങി പോവാണ്. ഇനി കയറ്റത്തിൻ്റെ ഏകദേശം നടുഭാഗത്ത് വന്നിട്ട് വീണ്ടും ഞാൻ വണ്ടി നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പതുക്കെ നമുക്ക് ഓടിക്കണം. ഇവിടെ നമുക്ക് ക്ലച്ചേ മാത്രം വണ്ടി നിൽക്കത്തില്ല താഴെ നിന്നതുപോലെ. ഇവിടെ നമുക്ക് ക്ലച്ചയിലും ആക്സിലറേഷനും ആയിട്ടാണ് വണ്ടിയെ നമുക്ക് കയറ്റത്ത് നിർത്തേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കയറ്റത്തിൻ്റെ നടുക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകും. ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് മാത്രം വണ്ടിയെ നമുക്ക് കയറ്റത്ത് നിർത്താനായിട്ട് കഴിയത്തില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി നിർത്തണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് ഞാൻ വരുന്നു. വണ്ടി ഇപ്പം മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ആ വിറയൽ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. ഇപ്പം വണ്ടി വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ നമ്മളിവിടെ പമ്പ് ചെയ്ത് കൊടുക്കും.
കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഈ സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്ക് ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്യും. അതായത് വണ്ടി മൂവ് ആകാൻ, അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും. അതായത് ഇത് ആക്സിലറേഷൻ കൊടുത്തു, ഇതുണ്ടോ, കൊടുത്തതിന് ശേഷം ഞാനിത് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത് ക്ലച്ചേലും ആക്സിലറേഷനുമായിട്ട് എൻ്റെ വണ്ടി ചെയ്തുകൊണ്ട് കയറ്റത്ത് ഞാൻ നിർത്തിയേക്കാണ്. എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. എന്നിട്ട് ഇനി മുന്നിലുള്ള ഒരു വാഹനം പതിയെ നീങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കും നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്രയും സ്ലോ ആയിട്ട് കാലയക്കും. വീണ്ടും നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് ആക്സിലറേഷനും ബാലൻസ് ചെയ്തുകൊണ്ട് എൻ്റെ വണ്ടിയെ ഞാൻ കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ നിർത്തി. വീണ്ടും എടുക്കാനായിട്ട് എന്തിരുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് റിലീസ് ചെയ്തപ്പോൾ ഇതുണ്ടോ വണ്ടി ഇതുണ്ടോ പതിയെ നീങ്ങണം. അപ്പോൾ ഈ കയറ്റത്ത് എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ക്ലച്ചേലും ആക്സിലറേഷനിലും നീങ്ങുകയും ക്ലച്ചേലും ആക്സിലറേഷനിലും വണ്ടിയെ ഞാൻ ഇതേ കയറ്റത്ത് നിർത്തുകയാണ് ചെയ്തത്. ഇതൊരു ഡ്രൈവർ നിർബന്ധമായിട്ടും പഠിച്ചെടുക്കേണ്ട ഒന്നാണ്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, നമ്മൾ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനം നമ്മൾ ഇങ്ങനെ നിർത്തുന്നത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരുത്തത്തില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സമയം ഓടിക്കുമ്പോൾ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ നമ്മളൊരു കയറ്റത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിലൊരു ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ വന്നു, കയറ്റമാണ്, നമ്മുടെ വണ്ടി പതുക്കെ അനക്കി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതേ നമുക്ക് മാർഗ്ഗമുള്ളൂ, ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് ഓടിക്കാനേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. പരമാവധി ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി അനാവശ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ ട്രിക്ക് ഡ്രൈവിങ്ങിൽ പ്രയോഗിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.